നമസ്കാരം. പനി ബാധിച്ച് ചികിത്സയിൽ കഴിയവേ മരിച്ച നൂർനാട് സ്വദേശിയായ +2 വിദ്യാർത്ഥിനിയുടെ ഗർഭസ്ഥ ശിശുവിന്റെ DNA ഫലം പുറത്തുവന്നു. പെൺകുട്ടി ഗർഭിണിയായത് സഹപാഠിയിൽ നിന്ന് തന്നെയാണെന്ന് പരിശോധനാ ഫലം വ്യക്തമാക്കുന്നു. പെൺകുട്ടിയെ വീട്ടിലെത്തി പീഡിപ്പിച്ചെന്ന സഹപാഠി മൊഴി നൽകിയിരുന്നു. നൂർനാട് സ്വദേശി അഖിൽ പോക്സോ കേസിൽ നേരത്തെ അറസ്റ്റിലായിരുന്നു. ആഴ്ചകൾക്ക് മുൻപായിരുന്നു നൂർനാട് സ്വദേശിയായ 17-കാരി വണ്ടാനം മെഡിക്കൽ കോളേജിൽ പനി ബാധിച്ച് ചികിത്സ തേടിയെത്തിയത്. ആരോഗ്യനില പെട്ടെന്ന് തന്നെ വഷളാവുകയും മരിക്കുകയും ചെയ്തു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് പെൺകുട്ടി 5 മാസം ഗർഭിണിയാണെന്ന വിവരം ഡോക്ടർമാർ കണ്ടെത്തിയത്. പോലീസിന് വിവരം അറിയിക്കുകയും ചെയ്തു. ഇതിനിടെ പെൺകുട്ടിയുടെ ബാഗിൽ നിന്ന് കണ്ടെത്തിയ കത്തിൽ നിന്നാണ് അന്വേഷണം സഹപാഠി അഖിലിലേക്ക് നീണ്ടത്. പോലീസ് നടത്തിയ ചോദ്യം ചെയ്യലിൽ ഇയാൾ കുറ്റം സമ്മതിക്കുകയും ചെയ്തിരുന്നു. വിദ്യാർത്ഥി അടൂർ പോലീസിന്റെ കസ്റ്റഡിയിലാണുള്ളത്. പെൺകുട്ടിയുടെ മരണത്തിന് ശേഷമാണ് സഹപാഠി ആലപ്പുഴ നൂർനാട് സ്വദേശിയായ അഖിലിനെ പോക്സോ കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. 18 വയസ്സും 6 മാസവുമാണ് ഇയാളുടെ പ്രായമെന്ന് പോലീസ് പറഞ്ഞു. പെൺകുട്ടിയെ വീട്ടിലെത്തി ലൈംഗികമായി പീഡിപ്പിച്ചിട്ടുണ്ടെന്ന് പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ സഹപാഠി മൊഴി നൽകിയിരുന്നു. പെൺകുട്ടിയുടെ വീട്ടിൽ ആരും ഇല്ലാത്ത സമയത്താണ് എത്തിയിരുന്നതെന്നും 18-കാരൻ വെളിപ്പെടുത്തി. പ്രതിക്ക് പ്രായപൂർത്തിയായി 6 മാസം പിന്നിട്ടതാണെന്ന് സ്ഥിരീകരിച്ചതോടെയാണ് കുറ്റസമ്മത മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഇന്ന് വൈകിട്ടോ ശനിയാഴ്ച രാവിലെയോ പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. നവംബറിലാണ് പെൺകുട്ടി മരണപ്പെട്ടത്. പനി ബാധിച്ച് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരുന്ന +2 വിദ്യാർത്ഥിനി ചികിത്സയിലിരിക്കെയായിരുന്നു മരിച്ചത്. ആരോഗ്യനില മോശമായതിനാൽ പെൺകുട്ടി ഒരാഴ്ചയോളം പത്തനംതിട്ടയിലെ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലായിരുന്നു. നവംബർ 22-ാം തീയതിയാണ് പെൺകുട്ടിയെ വിദഗ്ധ ചികിത്സയ്ക്കായി ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. ഇതിനിടെ അമിത അളവിൽ ചില മരുന്നുകൾ പെൺകുട്ടിയുടെ ശരീരത്തിലെത്തിയതായി സംശയമുണ്ടായിരുന്നു. മരണത്തിൽ അസ്വാഭാവികതയുള്ളതിനാൽ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് അയക്കുകയും ചെയ്തു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് പെൺകുട്ടി 5 മാസം ഗർഭിണിയാണെന്ന് കണ്ടെത്തിയത്. ഇതോടെ സംഭവത്തിൽ പോക്സോ വകുപ്പുകളടക്കം ചുമത്തി പോലീസ് വിശദമായി അന്വേഷണം ആരംഭിക്കുകയായിരുന്നു. ആത്മഹത്യാ ശ്രമത്തിന് പിന്നാലെയാണ് പെൺകുട്ടിയുടെ ആരോഗ്യനില മോശമായതെന്നും പനി ബാധിച്ചെന്നുമാണ് പോലീസിന്റെ നിലവിലെ നിഗമനം. ഇക്കാര്യം പെൺകുട്ടി മറച്ചുവെച്ചതാണെന്നും പോലീസ് കരുതുന്നു. സംഭവത്തിൽ പോലീസിന്റെ വിശദമായ അന്വേഷണം തുടരുകയാണ്.